ഷൈൻ ടോം ചാക്കോയ്ക്കൊപ്പം ശ്രീനാഥ് ബാസിയുടെ പേര് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറയുന്ന നടി ശിവാനി ബായുടെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ന്യൂസ് 18 മലയാളം ചാനലിൽ നടന്ന ചർച്ചയിലാണ് ശിവാനിയുടെ പ്രതികരണം. എന്നാൽ നടിയുടെ വാക്കുകളോട് പരിഹാസത്തോടെയാണ് മറ്റ് പാനലിസ്റ്റുകൾ പ്രതികരിച്ചത്. നടി പറഞ്ഞതിങ്ങനെ: ലഹരി എന്ന് പറയുന്നത് ഒരു ഡ്രഗ്സ് മാത്രമല്ലല്ലോ. ഡ്രഗ്സ് യൂസ് ചെയ്തതുകൊണ്ടാണ് ഷൈൻ ടോം ചാക്കോ വിൻസി അലോഷ്യസിനെ കമൻ്റ് അടിച്ചത് എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. കഞ്ചാവിൽ നിന്ന് മാത്രമല്ലല്ലോ, മദ്യപിക്കുമ്പോൾ ഈ ലഹരി ഉണ്ടാകില്ലേ? മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്ന പല സാഹചര്യങ്ങളും ഇല്ലേ? പിന്നെ മറ്റൊരു കാര്യം, ചർച്ചയിൽ അനാവശ്യമായി ശ്രീനാഥ് ബാസിയുടെ പേര് വലിച്ചിഴച്ചു. എന്താവശ്യത്തിനായിരുന്നു? കുറ്റം തെളിയിക്കുന്നത് വരെ അയാൾ കുറ്റാരോപിതൻ മാത്രമാണ് എന്നാണ് ശിവാനി പറഞ്ഞത്. ഇതോടെ ചർച്ചയുടെ അവതാരകനും പാനലിസ്റ്റുകളും ഇടപെട്ടു. ശ്രീനാഥ് ബാസിയുടെ പേര് ഞങ്ങളാരും വലിച്ചിഴച്ചതല്ല, അത് വാർത്തയാണ് എന്ന് എല്ലാവരും ചൂണ്ടിക്കാട്ടി. എന്നാൽ തൻ്റെ വാദത്തിൽ നിന്നും ശിവാനി പിന്നോട്ടു പോയില്ല. വിധി വരുന്നതുവരെ അയാൾ കുറ്റക്കാരനല്ലെന്ന് ശിവാനി ആവർത്തിച്ചു. എന്നാൽ കോടതിയുടെ വിധി വരും വരെ എല്ലാ കേസിലും കാത്തു നിൽക്കേണ്ടി വരുമല്ലോ എന്ന് ഇൻഫ്ലുവൻസർ ഖാദർ കരിപ്പൊടി ചോദിച്ചു. ശിവാനിക്ക് ഞാൻ ശ്രീനാഥ് ബാസിയുടെ പേര് പറഞ്ഞതാണ് പ്രശ്നമെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നു, ശ്രീനാഥ് ബാസി അടക്കമുള്ളവരുടെ പേരുകൾ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കേസുകളിൽ വന്നിട്ടുണ്ട്. ആ പേരുകൾ ഇവിടെ ചർച്ച ചെയ്യണമെന്ന് ആവർത്തിച്ച് പറയും. ആരെയാണ് പേടിക്കേണ്ടത്? ഖാദർ ചോദിച്ചു. ശിവാനിയുടെ വാക്കുകൾ ബാസിയെ ന്യായീകരിക്കുന്നതിന് തുല്യമാണെന്നും ഖാദർ വിമർശിച്ചു. ഉത്തരം മുട്ടിയ നടി പരാതിയുമായി ആളുകൾ മുന്നോട്ട് വരട്ടെയെന്നും ഈ കേസ് തന്നെ എത്ര വരെ പോകുമെന്ന് കാണാമെന്നും പറഞ്ഞു. അതേസമയം പരിഹാസത്തോടെയാണ് പാനലിസ്റ്റുകളായ ശ്രീജിത്ത് പണിക്കരും ഖാദർ കരിപ്പൊടിയും നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മിയും ഇതിനോട് പ്രതികരിച്ചത്. ശ്രീനാഥ് ബാസിയുടെ പേര് പറഞ്ഞതിന് ശിവാനി എന്തിനാണ് അസ്വസ്ഥയാകുന്നതെന്ന് ഖാദർ ചോദിച്ചു. അതേസമയം വീഡിയോയ്ക്ക് താഴെ ശിവാനിയെ പരിഹസിച്ച് നിരവധി കമൻറ്റുകളാണ് വരുന്നത്. ശ്രീനാഥ് ബാസിയെ പറഞ്ഞപ്പോൾ ശിവാനിക്ക് എന്താണ് ഇത്ര പ്രശ്നം എന്നാണ് ചിലരുടെ ചോദ്യം. നമ്മൾ പറയാറില്ലേ, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന്, അത്രയേ ഉള്ളൂ. ഇതൊക്കെ എങ്ങനെ പൊതുപ്രവർത്തകയാകും? വിവരമുള്ള ആരെയും കിട്ടിയില്ലേ? ശിവാനി എന്ത് പൊതുപ്രവർത്തക? പൊതുവായ ഒരു പ്രശ്നം, അതിനെപ്പറ്റി നേരാവണ്ണം സംസാരിക്കാൻ പോലും അറിയാത്ത എന്തു പൊതുപ്രവർത്തകയാണ്? ഇങ്ങനെ പോകുന്നു കമൻറ്റുകൾ. അതേസമയം സമാനമായ രീതിയിലുള്ള പ്രതികരണമായിരുന്നു ഇന്നലെ നടിയും സൈക്കോളജിസ്റ്റും അഭിഭാഷകയുമായ മാലാ പാർവതി നടത്തിയത്. ഇത് വളരെയധികം ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും ഇടവെച്ചിരുന്നു. പലരും കളിതമാശ പോലും മനസ്സിലാകാത്തവരാണെന്നാണ് അവർ പറഞ്ഞത്. ലൈംഗികാതിക്രമങ്ങൾ വലിയ വിഷയമായി മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ച മാലാ പാർവതി ഇതൊക്കെ മാനേജ് ചെയ്യാൻ സ്ത്രീകൾ പഠിക്കണമെന്നും പറഞ്ഞു. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നടിയുടെ വിവാദ പരാമർശങ്ങൾ. ലൈംഗികാതിക്രമങ്ങളോട് വഴക്കല്ലാതെ കളിതമാശയായി പ്രതികരിക്കാമെന്നും മാലാ പാർവതി പറഞ്ഞു. എങ്ങനെയാണോ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വലിയ വാഹനങ്ങൾ വരുമ്പോൾ അതൊന്നും തട്ടാതെ അപ്പുറം എത്തുന്നത് പോലെ ഇതിനെല്ലാം ഇടയിലൂടെ പോകാൻ പറ്റും. അതിനെ വലിയൊരു വിഷയമാക്കി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ജോലി ചെയ്യും? എന്നെ എല്ലാവരും അറ്റാക്ക് ചെയ്യുകയാണെന്ന മൂഡിലേക്ക് പോകുമെന്നും മാലാ പാർവതി പറഞ്ഞു. നടിയുടെ പരാമർശങ്ങൾക്കെതിരെ ഇതിനകം വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർന്നു കഴിഞ്ഞിരുന്നു. മാലാ പാർവതിയുടെ പരാമർശങ്ങൾക്കെതിരെ നിരവധി കമൻറ്റുകളാണ് പ്രത്യക്ഷപ്പെട്ടത്.